ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബോച്ചയാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. ബോച്ചയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. അസലൊരു മനുഷ്യനാണ്. വായിട്ട് നാക്കിട്ട് എന്ത് ആഭാസവും പറയാൻ ഒരു മടിയില്ലാത്തൊരു ഒരു 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 പ്രത്യേക തരത്തിലുള്ള ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വിടുവായുത്തം പറയാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ നിൽക്കാത്തൊരു സ്ഥലം എന്ന് പറയുന്ന മറുനാടൻ വെല്ലുവിളിക്കുന്ന സമയത്ത് മാത്രം അദ്ദേഹം എന്താണോ എന്തോ ഒന്നും മിണ്ടാതിരിക്കുന്നത് മാത്രം കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന എന്ത് വഷളത്തരോ നമ്മൾ പല വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിനകത്തെല്ലാം ഒരു ദ്വയാർത്ഥം വെച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരം മൊത്തം പോകുന്നതെന്ന് പറയുന്നത്. ഒരുപാട് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കുടുംബ പേര് അദ്ദേഹത്തിൻ്റെ അച്ഛനും മറ്റും ഉണ്ടാക്കി വെച്ച ആ ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആ ഒരു കുടുംബ പേര് അത് നിലനിർത്തിക്കൊണ്ട് പോകേണ്ട മകനാണിതെന്ന് പറയുന്നത്. പക്ഷെ ആ പേര് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നാക്ക് കൊണ്ടുള്ള ഈ വഷളത്തരം പറച്ചിലുകൊണ്ട് ആ കുടുംബത്തിന് മങ്ങലേൽക്കുകയാണെന്നുള്ള കാര്യം ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല. അതിനുള്ള കോമൺ സെൻസ് ഇല്ലെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഇനി അതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ രീതി ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതിലപ്പുറത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ താഴെ കുറച്ചധികം ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ചെയ്തിരുന്നു ഞാൻ കണ്ടിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ആൾക്കാരിൽ കുറച്ച് പേരായിട്ടുള്ള അതിൽ 1-2 പേര് വന്ന്, അതായത് പഠിക്കുന്ന സമയത്ത് ഈ ഇത്തരത്തിലൊന്നും അല്ലായിരുന്നു, നല്ലവനായിരുന്നു, നല്ല രീതിക്ക് പഠിച്ചിരുന്നു, അങ്ങനെ കുറച്ച് പേര്. സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ ആയിരുന്ന വ്യക്തി ഇനി എങ്ങനെയാണ് ഇങ്ങനെയായി തീർന്നതെന്ന് അറിയത്തില്ല. ചിലപ്പം പൈസ സ്വന്തമായിട്ട് അതിന് മുന്നേ അച്ഛൻ്റെയൊക്കെ ബിസിനസ്സിലൂടെ അച്ഛനല്ലേ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അപ്പം അതിനുശേഷം ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയതിന് ശേഷം ചിലപ്പം പൈസ കയ്യിൽ വന്നതിന് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള വഷളത്തരങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയത്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇത്തരത്തിൽ പറയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് അറിഞ്ഞിട്ട് കൂടി അല്ലെങ്കിൽ ഒരു വട്ടം അനുഭവം ഉണ്ടായിട്ട് കൂടി ഇവരൊക്കെ ഈ പറയുന്ന ഇനാഗുറേഷന് വിളിക്കുന്ന സമയത്ത് ഇനി കൊടുക്കുന്ന പൈസയുടെ അളവ് നോക്കിയിട്ടാണ് എന്തോ സ്വന്തം മാനാഭിമാനങ്ങളെ പോലും പണയം വെച്ചുകൊണ്ട് അവിടെ ചെല്ലുന്നതെന്ന് പറയുന്നത്. നമുക്കൊക്കെ ഈ പറയുന്ന ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവൾക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് എൻ്റെ അറിവിൽ അവരുടെ ഈ പറയുന്ന അഭിമാനം എന്ന് പറയുന്നതാണ്. ആ അഭിമാനക്ഷതം എന്ന് പറയുന്നത് മാനം ഈ പറയുന്ന മറ്റൊരാൾ ഹനിക്കുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന ശാരീരികമായിട്ട് നശിപ്പിക്കുക മാത്രമല്ല, അതിലപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു വൃത്തികേടുകൾ പറയുന്നതും ഈ പറയുന്ന മാനാഭിമാനവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് പറഞ്ഞു കഴിഞ്ഞാൽ പോലും പ്രത്യേകിച്ച് നമ്മൾ പേഴ്സണലായിട്ട് നമ്മുടെ ഒരു ഫോണിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ പോലും നമ്മൾ തകർന്നു പോകുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. അതിന് കാരണം അഭിമാനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതിലപ്പുറത്തേക്ക് ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുറേ പേര് ചേർന്ന് അട്ടഹസിക്കുക, അത് കേട്ടിട്ട് വിടുവായുത്തരം കേട്ടിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക, അത് കേട്ടുകൊണ്ട് ഈ പറയുന്ന ആരെയാണോ ഉപമിച്ച് ആ വ്യക്തി കൂടി ഇളിച്ച് കാണിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീയുടെ നിലവാരം എങ്ങോട്ട് പോവുകയാണെന്നാണ് മനസ്സിലാവാത്തതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ മറ്റൊരു വീഡിയോയിൽ 1 മാസം മുന്നത്തെ ആ ഒരു വീഡിയോയിലും വൈറലായത് തന്നെയാണ്. എനിക്ക് പക്ഷേ വൈറലാവാൻ വേണ്ടിയിട്ടാണോ ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതല്ലാതെ ഇദ്ദേഹത്തിന് പെട്ടെന്ന് കയറി ഈ പറയുന്ന എല്ലാവരും, കാരണം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നല്ലെന്നുണ്ടെങ്കിൽ വൈറലാവുന്ന ആൾക്കാരുടെ എണ്ണം ചുമ്മാതെങ്കിലും നമുക്കറിയാവുന്ന ഒരുപക്ഷെ അവർ പോലും അറിഞ്ഞിട്ടല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റൊരാൾ എടുത്ത് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വൈറലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പം എല്ലാവരും വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ദിവസത്തിൽ തന്നെ കുറേ വൈറൽ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനും ഇവിടെ ഉണ്ട് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് ഇറങ്ങി തിരിക്കുന്നതെന്ന് പറയുന്നത്. അതിനിടയിൽ വെച്ചൊന്നും അദ്ദേഹത്തിനെ കാണാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഭയങ്കരമായിട്ട് മീഡിയ പബ്ലിസിറ്റി കൂടുന്ന ഒരു സംഭവം വരുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഇടയിൽ കാണാൻ പറ്റും. ആ 4 ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ എന്തൊരു വാഗ്ദാനമായിട്ട് വരുന്നത് കാണാൻ പറ്റും. നമുക്ക് ആ പറയുന്ന തിരുവനന്തപുരത്ത് ആ 2 കുട്ടികളുടെ കാര്യം അത് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബോച്ച വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവമൊക്കെ പിന്നെ അതിനെ പരാമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം തന്നെ മുന്നോട്ട് വരികയും ചെയ്തു. കൊടുത്തതുമില്ല, കളിയാക്കുകയും ചെയ്യും. പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് മറുനാടനെ വെല്ലുവിളിച്ചിട്ട് ആ പരിസരത്ത് പോലും 7 അയലത്ത് പോലും അദ്ദേഹത്തിനെ കണ്ടില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഹണി റോസിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു വട്ടമൊന്നുമല്ല, ഇത്തരത്തിൽ പലവട്ടം ഉണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഇവർ വിളിക്കുമ്പോൾ പോകുന്നതെന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അവർക്കില്ലാത്ത ദണ്ണമൊന്നും നമുക്കുണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ഇനി ഇവിടെ അന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എടുക്കുന്ന സമയത്ത് ഇവരുടെ വേഷവിധാനം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് നമ്മൾ പല ഇനാഗ്രേഷനും ഇവർ പോകുന്ന വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അല്ലെ വരുന്നുണ്ടല്ലോ, ചുമ്മാ സ്ക്രോൾ ചെയ്ത് വിടുന്ന സമയത്തെങ്കിലും കാണാറുണ്ട്. അപ്പോഴെല്ലാം എന്താ പറയുന്നത്, ശരീരം കാണിക്കലാണ് പല സമയത്തും പല സ്ത്രീകളും ചെയ്യുന്നതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു സിനിമാ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്കുള്ളൊക്കെ ചിന്തകൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നമുക്ക് അവസരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ക്യാപ്പബിലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ എബിലിറ്റി ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് സ്വന്തമായിട്ട് വിശ്വാസം ഇല്ലെന്ന് മാത്രമാണ് മനസ്സിലാവുന്നത്. കാരണം ശരീര പ്രദർശനം നടത്തി കഴിഞ്ഞാൽ മാത്രമേ എന്നെ 4 ആൾ വിളിക്കുള്ളൂ എന്ന് 4 ആൾ അറിയത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ വൈറലാവുമെന്നാണ് ചിന്തിക്കുന്നത് മനസ്സിലാവുന്നില്ല. കാരണം പല വീഡിയോസ് എടുത്ത് നോക്കുന്ന സമയത്തും അവർ ശരീരമൊക്കെ മറിഞ്ഞ് നേരെ ചൊവ്വ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റുകയാണ് ക്യാമറയ്ക്ക് മുന്നിൽ എത്തുമ്പോൾ.
പറയുമ്പോഴത്തേക്ക് അറിഞ്ഞു ചെയ്യുന്നോ അറിയാതെ ചെയ്യുന്നോ അതോ സ്വന്തം ശരീരത്തിൻ്റെ വടിവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനി പ്രത്യേക രീതിയിലേക്ക് ചെയ്യുന്നു എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അപ്പം അത് എത്രമാത്രം വെളിയിലോട്ട് വരുമ്പോഴത്തേക്ക് എത്രമാത്രം വൃത്തികെട്ട രീതിക്കാണ് വരുന്നതെന്നുള്ള മനസ്സിലാക്കാനുള്ള സ്വബോധം അവർക്കില്ലെന്ന് മനസ്സിലാവുന്നില്ല. ഇനി അന്നയുടെ കാര്യം പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് ഹണി റോസിൻ്റെ കാര്യം അറിയത്തില്ല, അസുഖം ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ അന്നയിലേക്ക് വരുന്ന സമയത്ത് തൈറോയിഡിൻ്റെ ഏതൊരു വകഭേദമായിട്ടുള്ള അസുഖമുണ്ട്. അതുകൊണ്ട് ചില സമയത്ത് ശരീരം മെലിയാനുള്ള ചാൻസ് ഉണ്ട്, ചില സമയത്ത് ഓവറായിട്ട് തടിക്കാനുള്ള ബൾജ് ചെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ശരീരത്തിന് ഈ പറയുന്ന ബൾജിങ് അല്ലെന്നുണ്ടെങ്കിൽ കൂടിയിരിക്കുക കുറഞ്ഞിരിക്കുക ഇതൊക്കെ സ്വാഭാവികമായിട്ടും പല ആൾക്കാരിലും ഉണ്ടാകുന്ന കാര്യമാണ്. അതൊന്ന് നമ്മൾ പൊതുനിരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അത് പ്രദർശന വസ്തുവാക്കി മാറ്റുന്ന സമയത്താണ് പ്രശ്നം വരുന്നത്. അത്രയും ഇറുകി പിടിച്ചിട്ടുള്ള ഈ ഡ്രസ്സുകൾ ഇട്ടിട്ട് വെൽവെറ്റ് ടൈപ്പിലുള്ളതൊക്കെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഈ പറയുന്ന നമുക്കറിയാം നമ്മുടെ പോസ്റ്റർ കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും. എന്നിട്ട് ഈ പറയുന്ന ഈ ശരീരഭാഗം കാണിക്കുന്ന തരത്തിലേക്ക് ഏറ്റവും കഴുത്തെല്ലാം നല്ല വിധത്തിൽ ഇറങ്ങുന്നത് പോലത്തെ വസ്ത്രധാരണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കൈയില്ലാത്ത ഉടുപ്പുകൾ ഇട്ടുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ ശരീരഭാഗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇത്തരത്തിലൊരു പ്രത്യേകത ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ബൾജായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര കനമായിട്ട് തോന്നുവാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മാന്യമായിട്ടുള്ള വേഷവിധാനത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന നരമ്പന്മാർക്കൊന്നും പറയാനോ ഒന്നിനും തോന്നില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഒരു വിധത്തിൽ പറയുന്നതിലൊക്കെ ചെറുതായിട്ട് ആൾക്കാർ പറയുന്നതിൽ കാര്യമുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ടോക്കിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുന്നത്. സ്ത്രീകളുടെ വസ്ത്രധാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ചില സമയങ്ങളിലും. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്, ആൾക്കാർ എപ്പോഴും വൃത്തികെട്ട സെൻസിലൂടെ നോക്കുന്നവരല്ലെങ്കിൽ പോലും ഈ പറയുന്ന ലഹരി ഉപയോഗിച്ചിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങളിലൂടെ ചെന്ന് കഴിഞ്ഞാൽ അവർ തോണ്ടും മാന്തും എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അവർ സ്വബോധത്തിലല്ല നിൽക്കുന്നത്. ആ സമയത്ത് ഇത്തരത്തിലുള്ളൊരു വേഷവിധാനത്തിലൂടെ അവരുടെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം എല്ലാ സ്ത്രീകളെയും മൊത്തത്തിൽ പറയിപ്പിക്കുന്നതിന്, കാരണം ആൾക്കാർ മൊത്തത്തിൽ കോമണലൈസ് ചെയ്ത് പറയാറുണ്ടല്ലോ ഇങ്ങനെ എന്ത് പറയുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് പീഡിപ്പിക്കുന്നതിന് കാരണമായി തീരുന്നത്. അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില ആൾക്കാരുടെ വസ്ത്രധാരണം ശരിയാണ്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണ് എത്തരത്തിലുള്ള വസ്ത്രം ധരിക്കണം എത്രത്തിലുള്ള വസ്ത്രം ധരിക്കേണ്ട എന്നുള്ളത്. അതൊക്കെ ഞാനും ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള വേഷവിധാനം ധരിക്കാം. പക്ഷേ അത് ഈ പറയുന്ന കണക്ക് വൃത്തികെട്ട രീതിയിലേക്ക് മറ്റൊരാൾക്ക് തോന്നുന്ന സമയത്ത് അയ്യേ എന്ന് വിൽക്കുന്ന തരത്തിലേക്ക് എത്തണോ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള ഒരു കോമൺ സെൻസ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ശരീരഭാഗം ഇപ്പം മെലിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് തരത്തിലുള്ള വസ്ത്രം ഇടണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ബൾജ് ചെയ്തിരിക്കുകയാണ്, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഓവറായിട്ട് തടിയാണെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന എക്സ്പോസ് ചെയ്യുന്ന തരത്തിലാണോ നമ്മുടെ ഡ്രസ്സ് ധരിക്കേണ്ടത്, അതൊരു പൊതുനിരത്തിലേക്ക് ചെല്ലുന്ന സമയത്ത്. അതല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന വ്യക്തി എത്തരത്തിലുള്ളവനാണെന്ന് നേരത്തെ കൂട്ടി അറിയാന്നുണ്ടെങ്കിൽ അവൻ്റെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള വെടിവായുത്തരങ്ങൾ കേൾക്കുമോ ഇല്ലേ എന്നുള്ള ഒരു ബോധമെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വേണം ആ വസ്ത്രം ധരിച്ച് അവിടെ ചെല്ലാനെന്ന് പറഞ്ഞത്. ഇത് ഇത്തരത്തിലുള്ള വസ്ത്രധാരണം ചെയ്യുമ്പോൾ തന്നെ അവർ ഈ പറയുന്ന മറ്റു രീതിക്ക് ദ്വയാർത്ഥത്തിലേക്ക് തന്നെ പോകുമെന്നുള്ളതാണ്. പക്ഷേ മനസ്സിലാവാത്തൊരു കാര്യം, അദ്ദേഹം അത്തരത്തിലുള്ളൊരു കാര്യം പറയുമ്പോൾ പോലും അവിടെ നിൽക്കുന്നവന്മാർ മൊത്തവും പൊട്ടിച്ചിരിക്കുകയാണ്. അതിലപ്പുറത്തേക്ക് അവരും കൂടി ഇളിഫ്യായിട്ടോ ചിരിച്ചതാണോ അതോ അല്ലാതെ നോർമലി ചിരിച്ചതാണോ എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ സ്വന്തമായിട്ട് ഈ പറയുന്ന ബോഡി ഷെയ്മിങ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ തന്നെയാണ് ബോഡി ഷെയ്മിങ് ഇയാൾ നടത്തിയിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടും ആ മേടിച്ച പൈസയ്ക്കുള്ള ആ ഒരു ഇതായിട്ട് നന്ദിയോ കൂറോ പോലെയാണോ അത് ചിരിച്ച് കാണിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. കുറച്ചെങ്കിലും ഒരു പക്ഷേ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് അഭിമാന ബോധമുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് സ്വാഭാവികമായിട്ടും അനാവശ്യം പറയരുത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർത്തമാനം പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്ന പൈസ തിരിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് വേണ്ടുള്ളതെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടുള്ളതെന്ന് പറഞ്ഞത്. അതിലപ്പുറത്തേക്ക് ഇയാൾക്ക് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള വാചകങ്ങൾ അടിക്കാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ ഒരു അനുവാദം കൊടുക്കുകയാണ്, അറിഞ്ഞോ അറിയാതെ നിങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത്. കൊടുക്കേണ്ട മറുപടി ഇനി രാജാവായാലും ആരായാലും അവരുടെ മുന്നിൽ വെച്ച് കൊടുക്കുക തന്നെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത്തരത്തിലുള്ള വാചകോടി മുന്നോട്ട് പോകത്തില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അത് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കും ഇല്ല. പണത്തിന്റെ മേലിൽ ഈ പറയുന്ന പരുന്തും പറക്കില്ല എന്ന് പറയുന്ന സംഭവത്തിനെ സാധൂകരിക്കുന്ന നിങ്ങളെപ്പോലുള്ളവരുടെ പ്രവർത്തികൾ കാണുമ്പോഴാണ് സത്യത്തിൽ